അപ്പോൾ ഇവിടെ ഒരു കനാല് ഇച്ചിരി വൃത്തി കാണുന്നുണ്ട്, പക്ഷേ എന്നാലും ഇതിൻ്റെ സൈഡിലൊക്കെ വന്നിരുന്ന് വെച്ച് ഭക്ഷണം കഴിച്ച പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അവരവിടെ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. തൊഴിലുറപ്പുകാരി അതിൻ്റെ ചിലപ്പം മേൽനോട്ടക്കാരിയായിരിക്കാം. ആ ഭാഗത്തേക്ക് അങ്ങനെ അറ്റം വരെ ഉണ്ട്, അങ്ങനെ പോവും. ഓക്കെ, അതിനകത്ത് പായലുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, ഒരു പച്ചപ്പാണ്, നല്ല രസമുണ്ട്. രണ്ട് സഞ്ചാരികൾ, രണ്ട് പിള്ളേരാണ്, പെൺപിള്ളേരാണ് കേട്ടോ. അവർ ഫോട്ടോ സെക്ഷന് വേണ്ടി വന്നായിരിക്കും കേട്ടോ. ഓക്കെ, നല്ല സ്ഥലമാണ്, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ. എന്താ പറയുക, ഒരു ഈ ആലപ്പുഴ അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നാണല്ലോ. പക്ഷേ അത് നമുക്ക് ആ പേര് മാത്രമേ ഉള്ളൂ, വേസ്റ്റാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, വേസ്റ്റ്. ഇത് കാണിച്ചിടാം, ഇവിടെ കിടപ്പുണ്ട്, കണ്ടത്. ഇതൊക്കെ പിള്ളേർ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങൾ. അതായത് അടുത്ത തലമുറ ഒരിക്കലും ഒരു കാർന്നൂര് കഴിക്കാൻ വഴിയില്ല, ലേസും കാര്യങ്ങളൊന്നും ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ കിടപ്പുണ്ട്, ആ കിടക്കണൊക്കെ തന്നെ അവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവിടെയൊക്കെ കിടപ്പുണ്ട് പലതും. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നല്ല തണുപ്പാണ്. മറ്റേ കുപ്പിയിൽ കുടിച്ചിട്ട് പെട്ടെന്ന് ഈ കുപ്പിയിൽ കുടിച്ചപ്പോൾ വ്യത്യാസമായി. അത് സംഭവിച്ചത് മറ്റേ ചെറിയ വായുള്ള കുപ്പിയിൽ കുടിച്ചിട്ട് പെട്ടെന്ന് ഇത് കുടിച്ചപ്പോൾ അത് പെട്ടെന്ന് ഈ വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് നമ്മൾ ഈ ബാഗിലിട്ട് കൊണ്ടുപോകേണ്ട, തിരിച്ച് കൊണ്ടുപോകണേ, അല്ലാതെ ഇവിടെ ഇട്ടിട്ടൊന്നുമില്ല. വേസ്റ്റ് എന്ന് പറയാൻ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നമ്മളുടെ സെയിം ഭക്ഷണം തന്നെയാണ്, വേറെ ഭക്ഷണമൊന്നുമില്ല. പ്രധാനമായിട്ട് ഇതൊക്കെ അവരും വണ്ടി പണിയായി, വാടകയ്ക്ക് എടുത്താണ്. അവർ തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ബാറ്ററി ഡൗൺ ആയി പോയിരുന്നു. ബാറ്ററി ഡൗൺ ആണോന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. റെക്കോർഡാണ്, കുഴപ്പമില്ല. താഴേക്ക് പോയാൽ നേരെ കനാലിൽ. അപ്പം നമ്മൾ സാധാരണ കൊണ്ടുവരുന്നതൊക്കെ തന്നെ ഉണ്ടോ. അവല് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അല്ല, അവലും പഴവും. ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരു പാൽപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാം. 10 രൂപയുടെ ഒരു പാൽപ്പൊടിയും കൂടി ഉണ്ട്. ബാക്കി അവലും പഴമൊക്കെ തന്നെ. ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് നോക്കാം. അതാ ബലം. 10 അടിച്ചില്ല. അപ്പോൾ വേണ്ടേ ഒരു ദിവസം കുറച്ച് നോക്കാം. അത്രയുണ്ട്, പക്ഷേ അത് എടുക്കാനുള്ള എൻ്റെ അടിയിലായി പോയി. തുറന്നിട്ടില്ല, തുറന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കത്രി ഉണ്ടായില്ല, പകരം നമ്മുടെ ടൂൾസിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവർ വെച്ച്
കുത്തി പൊട്ടിക്കുന്നില്ല. സ്പൂണുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മളതിനകത്ത് ചെറിയ തോതിൽ പാൽപ്പൊടി മിക്സ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പിടിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. പാൽപ്പൊടി കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പം നമുക്ക് എപ്പോഴും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഇളങ്ങേറ് പിടിച്ച സ്ഥലമാണ്. പഴമുണ്ട്, അവലുണ്ട്, കപ്പലണ്ടി ഉണ്ട്, ഇപ്പോൾ പാൽപ്പൊടിയുണ്ട്. ഓക്കെ, കുറച്ച് പഞ്ചസാര ഉണ്ട് കേട്ടോ. പഴമൊക്കെ ഡ്രൈ ആയി, വറുത്ത പോലെ അത്ര ചൂടാണ്. പാൽപ്പൊടി മിക്സ് ചെയ്തപ്പോൾ വേറെ ഫീലായിട്ടോ. ഇതിൻ്റെ എനർജി കിട്ടാൻ കിട്ടിക്കോട്ടെ പാൽപ്പൊടി. വെറൈറ്റി ചെയ്ത് പോയി. ഈ കാണുന്ന ബിൽഡിങ് TAC ഹൗസ് അങ്ങനെ എന്തോ ഒരു ദി ആലപ്പി കമ്പനി, ദി ആലപ്പി കമ്പനി ക്ലിപ്റ്റോ മലയാളത്തിലാക്കുമ്പോൾ 1927 പണിതിട്ടുണ്ടോ. ആരായിരുന്നിരിക്കല്ലേ ഒന്നാമതിൻ്റെ സാരഥിയും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതി എല്ലാം. പിന്നെ പ്രവർത്തിക്കുന്ന ഗുണാകുമ്പോൾ പിന്നെ മുഖപ്പൊക്കെ ഉണ്ട്, നമ്മൾ എടുക്കാം കുട്ടികൾ. അന്നുണ്ടായിരുന്ന അതേ ശൈലി തന്നെ നിലനിർത്തിയേക്കാണ്. അപ്പം അന്നൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ജീവിച്ച മനുഷ്യരുണ്ട്. തന്നെയല്ല കലാരന്മാരായിരുന്നു. ഏതിലും ഒരു കലാപരമായ ഒരു സംഗതി കൊണ്ടുവരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നത്. ഒരു പക്ഷേ അന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് ഒരുപാട് വർഷത്തേക്ക് വേണ്ടിയാണ്. ഇന്ന് ഒരു ബിൽഡിങ് പണിത് കഴിഞ്ഞാൽ 20 വർഷം അല്ലെങ്കിൽ 50 വർഷം പരമാവധി. 50 വർഷം ഒന്നും പോലിട്ട് 20 വർഷം പൊതുവെ പറയാറ് കോൺട്രാക്ടേഴ്സ്. ആ 20 വർഷം ഒന്നും കണക്കാക്കിയിട്ട് തട്ടിക്കൂട്ടിയിട്ട് സാധനങ്ങൾ പണിത് വയ്ക്കും. അത് തന്നെ
ആ ഒരു വ്യത്യാസമാണോ പഴയ ആളുകളുടെ ആ ഒരു കലാപ്രവൃത്തിയുടെ പ്രത്യേകതയും നമ്മൾ കലാപരമായിട്ടല്ലാത്തതിൻ്റെ അതിൽ നിലനിൽക്കുക അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഒരു പിള്ളേർ കരിയിൽ വന്ന് പുതിയതിരിപ്പുണ്ട്. പുതിയ തലമുറയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദേശത്തേക്കൊന്നും പോകാമെന്ന് വിചാരിച്ച് വെറുതെ സമയം പാഴാക്കണ്ട. അവർ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് പോയവരൊക്കെ ഇപ്പോൾ അങ്ങനെ ആക്കി അവിടെ നശിപ്പിക്കാൻ തുടങ്ങി. അതോടെ ഇപ്പോൾ അവരങ്ങനെ കയറ്റാണ്ടായി. നമ്മുടെ നാട് വിദേശ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതാ വേണ്ടത്. അല്ലാതെ വിദേശ അവർ ക്വാളിറ്റി ആക്കി വെച്ചിരിക്കുന്ന നാട്ടിലോട്ട് പോയിട്ട് നമ്മൾ വിദേശിയാണെന്നൊന്നും പറയാം. അവർ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അവനവൻ്റെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു പരിഗണന ഉണ്ടല്ലോ, അത് വേറൊരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രധാനമായിട്ടും മനസ്സിലാക്കി വയ്ക്കും. വിദേശത്തൊക്കെ നമ്മൾ ഇവിടെ ബംഗാളി വരുന്ന അത്രേ ഉള്ളൂ. ഇവിടെ ബംഗാളി വരുമ്പോൾ നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല. ആരും ബംഗാളിന് ആരെങ്കിലും നമ്മൾ വലിയ വില കൊടുക്കില്ല. നേരെ മറിച്ച് ബംഗ്ലാദേശിൽ ചെന്ന് മറ്റേ പശ്ചിമ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളിക്കും വില വരില്ല. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ. ഇപ്പോൾ ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കണ്ടോ, കാണാൻ പറ്റുന്നതാണ്. പുതിയ തലമുറയാണ്. കാനാലിൽ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. ഇനി ഇവർ എടുത്തുകൊണ്ട് പോകണമെന്ന് നമുക്കറിയില്ല. മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലായ. അപ്പോൾ ഇന്നത്തെ വിഷയം ഞങ്ങളുടെ വേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നതോറും വേസ്റ്റ് കൂടുതലാണ്. അത് പ്രശ്നമാണ്. ഇപ്പോൾ സമയം 1:30 1:20 1:20 നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ 1:30 കഴിക്കാൻ നമുക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളും ശ്രദ്ധിക്കണം. അല്ലേ, ഗവൺമെൻറ് അത് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അങ്ങനെ വലിച്ചു വാരിയിട്ടരുത്. ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊണ്ടുവന്ന വസ്തു തിരിച്ച് അതുപോലെ കൊണ്ടുപോകണം. അതാണ് മാന്യത. നാളെ വേറൊരാൾ വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നത്. മുമ്പ് വന്നിട്ടുണ്ടാവും. പണ്ടെങ്ങാണ്ട് വന്നു വേസ്റ്റ് ഉണ്ടായില്ല. ഇതുപോലെ ഈ കനാലിൻ്റെ ഈ ഭംഗിയും ഉണ്ടായില്ല. ഇതുപോലെ പുല്ലും കാര്യങ്ങളൊന്നും പിടിപ്പിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കടക്ക് കയറിയിരിക്കുന്നത് എന്തൊരു ചീപ്പാണെന്ന് ആലോചിച്ചു. വേസ്റ്റിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ആസ്വദിക്കാമെന്ന് പറയുന്നത് എന്താ ആലോചിച്ചു. മോശം. ഒരു വേസ്റ്റ് നിറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെങ്ങനെ ആസ്വദിക്കും? നമ്മൾ പറയും ടൂറിസം എങ്ങനെ ആസ്വദിക്കും? നമ്മൾ ആ സ്ഥലം എങ്ങനെ ആസ്വദിക്കും? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഇലയോ കമ്പോ ചില്ലയോ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ നാച്ചുറലാണ്. ധരിച്ചു പോകുന്ന വസ്തുക്കളാണ്. വലിയ കാര്യമില്ല. നമ്മൾ
ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അല്ല വേറെ വിദേശത്ത് ആരും വന്ന് ഇതൊന്നും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ആരും വിചാരിക്കരുതില്ല. നമ്മുടെ നാടും സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പുറത്തുനിന്ന് ഒരാൾ ഒരു വിദേശിയും വന്നിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ടോ ഒന്നല്ലോ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യും മക്കളെ. അതൊക്കെയാണ് അവസ്ഥ. ഓ ഞാൻ കുറേ നേരമായിട്ട് ബാഗ് തോർക്കണ്ടല്ലോ, ഞാൻ മറന്നുപോയി. അപ്പം വെയിലായോണ്ടേ നമുക്ക് വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയാണ്. പറയുമ്പോൾ സിമ്പിളാണ്. അപ്പം വേസ്റ്റൊന്നും പുറത്തിടരുത് എന്നാണ് നമ്മളുടെ ഒരു പറയുന്നത്. ഇപ്പം ഇവിടെയൊക്കെ കാണാം, എന്ത് ഭംഗിയാണെന്ന് നോക്കി. എന്താ അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണെന്നുണ്ട്, ശ്രീബുദ്ധനാണ്. അപ്പം ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വലിയ ഗുണമൊന്നുമില്ല അല്ലേ. നമ്മൾ ഈ വേസ്റ്റിനെ കുറിച്ച് ഇത്രയും ബാധവരാതെ പറയുന്നതിൻ്റെ കാര്യം വേണമെന്നല്ലല്ലോ. നമ്മളെവിടെയെങ്കിലും ക്യാമറ വയ്ക്കാൻ നേരത്തെ എവിടെ വയ്ക്കാൻ നോക്കിയാൽ നല്ലൊരു സ്ഥലം ഉണ്ടാവും, പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആയിരിക്കും. കേരളമൊക്കെ മനസ്സ് വെച്ചാൽ നമുക്ക് വിദേശ രാജ്യം പോലെ ആക്കാം. എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ മതി. അവിടെ തലയിഞ്ഞാൽ വന്നതല്ല. നന്നാവില്ല എന്ന് ഉറപ്പിച്ച പോലെയാണ് പലരും. ഞാൻ നന്നാവുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക്. കുറേ പേര് മനഃപ്പുറം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതേ പിന്നെ അങ്ങനെ ചെയ്യും. ഞാൻ പലയിടത്തും കാണിക്കാണ്ടാ. അതെന്ന് വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് തൂത്ത് വാരിയിട്ട് റോഡിലേക്ക് എറിയുന്ന ആളുകളുണ്ട്. വീട്ടിലുള്ള സകല വേസ്റ്റും തൂത്ത് വാരിയിട്ട് റോഡിലേക്ക് എറിയുന്നു. ആ വീട് വൃത്തിയായി. പക്ഷെ നമ്മൾ വീട് വൃത്തിയാക്കിയിട്ട് ഇറങ്ങി പുറത്തോട്ട് കാല് വയ്ക്കുന്നത് അവിടെ ഈ വേസ്റ്റിലോട്ടാണ്. പിന്നെ വല്ല ഗുണമുണ്ടോ? വീട് മാത്രം വൃത്തിയായിട്ട് എന്തായാലും വിഡ്ഢികളാണ് ശരിക്കും പറഞ്ഞത്. വിഡ്ഢികൾ എല്ലായിടത്തും വൃത്തിയായില്ല. അപ്പോഴേ മലയാളികൾ പ്രബുദ്ധരാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ പലരും പറയുന്നത് എന്താണെന്നറിയാം, കാലത്തിനനുസരിച്ച് മാറണം. അങ്ങനെ മാറണം, കാലത്തിനനുസരിച്ച് മാറണം. അത് മോശമായിട്ടല്ല, താഴേക്കല്ല പോകണ്ടേ, മുകളിലേക്കാണ് വരണ്ടേ. ഇപ്പോൾ താഴേക്കാണ് പോകണത്.
ഞാൻ പറയാൻ ഇത്തരം കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ആയി എന്തോ. നല്ല വെയിലാണ്, ക്യാമറ അധികം നേരം ഓണാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഓക്കെ, ഏതായാലും ഭക്ഷണം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ 1:30 കഴിഞ്ഞു. നമുക്കിനി 2 മണി വാങ്ങി 3, 4, 5, 3 മണിക്കൂർ കൊണ്ട് ആയിട്ടുള്ളൂ. അവിടെ ചെല്ലും. ഇപ്പോൾ പെനാട് എന്ന് പറഞ്ഞ സ്ഥലം 4 കിലോമീറ്റർ അപ്പുറത്താണെന്ന് പറഞ്ഞാൽ മതി. നേരെ പോയ 4 കിലോമീറ്റർ. പിന്നെ കുട്ടനാട് ഉള്ളിലേക്ക് ചെല്ലണം നമ്മൾ. പാടശേഖരം നിരപ്പായ സ്ഥലമാണെന്ന് പുള്ളി ചോദിച്ചു. ആന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ പറഞ്ഞത്. ഇപ്പോൾ കഴിച്ചാലേ പ്രാവശ്യം ഒരു 90-100 കിലോമീറ്റർ 1 വേ പ്ലാൻ ചെയ്താൽ വന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഭക്ഷണം കൂടുതലെടുത്തു. അപ്പോൾ അത് കഴിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഓക്കെ. അപ്പോൾ പ്രധാന വിഷയം മനസ്സിലായല്ലോ. നമ്മുടെ വേസ്റ്റ് ഈ പ്രകൃതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ വേസ്റ്റ് കൂനയിലാണ് നിൽക്കണമെങ്കിൽ ആലോചിച്ച് പോകണം. മനസ്സിലാവുന്നു. അപ്പോൾ വേസ്റ്റ് പരമാവധി ഒഴിവാക്കുക. ഈ പ്രകൃതി ഉണ്ട്, അതിൻ്റെ ആ കിളികളൊക്കെ വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഈ പച്ചപ്പുള്ളതുകൊണ്ടാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ല, കുയിലുകൾ ഒരു വള്ളിപ്പടർപ്പുണ്ട്. ഇവിടെ ഒരു വള്ളിപ്പടർപ്പാണ്. അതാണ് ആ കുയിലുകൾ വരുന്നത്. അല്ല പഴയൊരു പാട്ടുണ്ടല്ലോ, വള്ളിക്കുടിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടുന്നു. ഏകദേശം അതുപോലെ തന്നെ അല്ല, ഒരു വള്ളിപ്പടർപ്പ് പോലെ ഇങ്ങനെ പോയേക്കാം പൊന്ത പോലെ. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒരു ബാക്കി. ഇപ്പോൾ ക്യാമറ ചൂടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഭക്ഷണം തീർന്നു. കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് ക്രിസ്മസാണ്, 2025. നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ സന്ദേശം തന്നെ ഏറ്റവും ലളിതമായിട്ട് പോവുക എന്നുള്ളതല്ലേ. നമ്മൾ ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കണം ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ എന്ന് പറയും. അതാരും പറയാമല്ലോ. ആഘോഷിക്കണമെങ്കിൽ നമ്മളതുപോലെ പെരുമാറണ്ടേ. ലളിതമാവുക. പഴയ കാലത്തായിരുന്നില്ല ക്രിസ്മസിൽ ഇപ്പോൾ അങ്ങനെ ആഘോഷം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് എന്നല്ല ഒരു ആഘോഷങ്ങളും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാ ദിവസവും അതുപോലെയൊക്കെ തന്നെ. എല്ലാ ശനിയാഴ്ച ആഘോഷവും, എല്ലാ ഞായറാഴ്ച ആഘോഷവും, എല്ലാ ദിവസവും ആഘോഷം തന്നെ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ്, ഓണം, ക്രിസ്മസ്, ബർത്ത്ഡേ ഇങ്ങനെ വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ വർഷത്തിൽ 1, 2, 3, 4 പരമാവധി. മനസ്സിലായി? വലിയ ആഘോഷങ്ങൾ ആ കാലത്തായിരുന്നു ആഘോഷം. ഇപ്പം എന്താ ആഘോഷം? പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇങ്ങനെ പോവുക. അല്ല, പ്രത്യേകിച്ച് ആഘോഷം നമുക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് സ്വയം പരിശോധന നടത്തി വെക്കുക. അപ്പോൾ അറിയാം. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ക്രിസ്മസിന് ഇപ്പോഴല്ല ഇടുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഒന്നും സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് പഴയ കാലത്തെ ആൾക്കാരായിരുന്നെങ്കിൽ കുറേ ആൾ കൂടിയിട്ടാണ് എന്നുള്ളൊരു ചിന്തയിലുണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കൊന്നും ഇപ്പോൾ വലിയ സ്ഥാനമില്ല, പ്രശസ്തിയില്ല എന്നായി ആഘോഷങ്ങൾക്ക്, ഒരാഘോഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് കിട്ടുക. ഞങ്ങളൊക്കെ കുറേ നാൾ മുമ്പേ ഉപേക്ഷിച്ച് തുടങ്ങിയതാണ്. 16
പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഭക്ഷണം ഫിനിഷായി. ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ് പൊതുവെ ആളുകൾ പരസ്പരം എന്ന് എല്ലാവരും പറയുന്നില്ല, ഒരു ഇത്ര പേരെങ്കിലും, അതായത് തീൻമേശയിലെ സൗഹൃദം എന്ന് പറയും. അത് മോശമാണെന്നാണ് പറയണത്. തീൻമേശയിലെ സൗഹൃദം പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇനി ഇത്തിരി വെള്ളം കൂടി കുടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായി 2 മണിയായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വേസ്റ്റ് ആണ് ഇന്നത്തെ പ്രധാന നമ്മളുടെ വിഷയം. വേസ്റ്റ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ വേസ്റ്റ് പുതിയ പിള്ളേർ വേസ്റ്റ് പറക്കാൻ നടക്കേണ്ടി വരും ഭൂമിയിൽ നിന്ന്. കാരണം അവർക്കിവിടെ ജീവിക്കണമെങ്കിൽ വേസ്റ്റ് എടുക്കണം. ആ രീതിയിലേക്ക് വരും. അല്ലാതെ എന്താ പറയുക, ജീവിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, അത്ര പറയാനുള്ളൂ. ഓക്കെ. TAC ഹൗസ് കണ്ടോ, എൻ്റെ മുഖപ്പ് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കി. പഴയ കാലത്തല്ലേ, പഴയ ബിൽഡിങ്ങാണ്. ഇവിടെ 1927 അവിടെ എഴുതിയുണ്ട്. 27. ഇത് ആലപ്പി കമ്പനി ക്ലിപ്തം. ഏതാ കമ്പനി എന്നറിയില്ല, കയർ ഫാക്ടറി ആണോന്നറിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ തീരത്താണ് നമ്മൾ ഇത്ര നേരം ഭക്ഷണം കഴിച്ചിരുന്നതും വാദവരാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതും. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് പറയാനുള്ളതൊക്കെ പറയാമല്ലേ, എന്ത് പറയാനാ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പോവേണം. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി കുറച്ച് പിള്ളേർ അവിടെ വന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കനാലിൻ്റെ സൈഡിലാണ്. ഓ, ഇത് വെളിച്ചുള്ളതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റണില്ല. ഇത്രയും മതിയല്ലേ. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പിള്ളേർ അവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കനാലിൻ്റെ സൈഡ്, ഇവിടെ ഈ സൈഡൊക്കെ കെട്ടുണ്ട് ഇവർ, ഗവൺമെൻറ്. നല്ല കാര്യം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് കൊണ്ടുവന്നിടും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പോൾ ഈ ഒരു മണ്ണെടുത്താണ് അതിനകത്ത് തന്നെ എത്രമാത്രം വേസ്റ്റാണെന്ന് നോക്കി. ഒരു രക്ഷയില്ല, നിവർത്തിയില്ല. അപ്പോൾ ഓക്കെ, അവരവിടെ ആഘോഷിക്കട്ടെ അല്ലേ. നമുക്ക് മുന്നോട്ട് പോവാം. ഉച്ച കഴിഞ്ഞിപ്പോൾ 2 മണിയായിട്ടുണ്ടാവും. സമയം നോക്കിയില്ല, 2 മണിയായിട്ടുണ്ടാവും. നേരത്തൊക്കെയപ്പോൾ 1:30 ആയിരുന്നില്ല. അപ്പോൾ നല്ല കത്തണ വെയിലാണ്. സന്തോഷം ഉണ്ട്. അവർ ആ തണൽ നോക്കിയിട്ട് വന്നിട്ട് അവിടെ അവർ എന്താ പറയുക, വിരിപ്പൊക്കെ ഇട്ടിട്ട് വിരിയൊക്കെ ഇട്ട് അതിനകത്ത് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ. പക്ഷെ അവിടെ കുറേ വേസ്റ്റാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ. ഞാൻ അങ്ങോട്ട് നോക്കണോണ്ടോ. അപ്പോൾ അവിടെ കുറേ വേസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും ഇതാണ് അവസ്ഥ. അയാൾ അങ്ങോട്ട് പോകാൻ നമുക്ക്. നല്ല വെയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറയൊക്കെ ചൂടായി തുടങ്ങി. എല്ലാ നല്ല വെയിലെന്നാ, നല്ല വെയിൽ കേട്ടോ. നിറയെ കരിയിലുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കറക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്തിരി മുകളിലേക്ക് വരട്ടെ. എന്നാൽ കണ്ടാൽ മുകളിലേക്ക് വരാൻ വേണ്ട. ഓക്കെ, നമുക്ക് ഇത് കിട്ടാൻ വേണം. ഉണ്ടാവുന്നതായിരിക്കും.
ക്യാമറ ഇത് കാണാൻ പറ്റുന്നില്ല, ചെരിഞ്ഞിരിക്കണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ.